നമ്മളിൽ ആക്കി വെച്ചേക്കുന്ന സഭയില് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പിശാച് ഇവിടെയും ഐക്യത കെടുത്തിക്കളയാണ്, ഐക്യത നഷ്ടപ്പെടാനും പിശാച് ഇവിടെ പ്രവർത്തിനും നല്ലൊരു ബോധ്യം ഉണ്ടായിട്ട് we have to pray for unity as well as work towards unity. ഐക്യത്തിന് വേണ്ടിയും ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം, അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ വീട്ടിൽ ഐക്യതയാണ്, പക്ഷെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരില്ല. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന ഞാൻ വരില്ല. അപ്പൊ അത് എന്താ ഐക്യത? ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാവണം. നമ്മൾ ബാലൻസ് ആയിട്ട്, ദൈവം വിഡ്ഢിയൊന്നുമല്ല. അതെ, പ്രാർത്ഥിക്കണം, ഓക്കെ ഫൈൻ. നോ, പ്രാർത്ഥിക്കുകയും ചെയ്യണം, പ്രവർത്തിക്കുകയും ചെയ്യണം. യൂണിറ്റി എങ്ങനെ വരും? പ്രവർത്തിക്കുമ്പോഴാണ് യൂണിറ്റി വരുന്നത്. അപ്പൊ സഭയിലത്തെ ഓരോരോ കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് സഹകരിച്ച് ചെയ്യാൻ പറ്റും, അത് പാസ്റ്ററിന് വേണ്ടിയല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഓരോരുത്തർ ചെയ്യണമെന്ന് നല്ല ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ബോധ്യം ഇല്ലാത്ത കാരണമാണ് ചില മെനി ടൈംസ് ഇങ്ങനെ ഐക്യം നഷ്ടപ്പെടുന്നത്. സോ യേശുവിന്റെ നല്ല ഒരു എക്സാമ്പിൾ എങ്ങനെ പ്രാർത്ഥിച്ചു, ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഡിസൈപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഫ്യൂച്ചറിൽ വരുന്ന ഡിസൈപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, സാത്താൻ അവനെ സൂക്ഷിക്കാൻ, സാത്താന്റെ പ്രവർത്തികളിനെ നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതൊന്ന് വായിക്കാമോ? യോഹന്നാൻ 17:9, 15, 20, 21. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടിയത്ര ഞാൻ അപേക്ഷിക്കുന്നത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യു ഡു വൺ തിങ് ഓൺ ഹോംവർക്ക് പോലെ ഈ അധ്യായം വായിക്കാം. എന്നിട്ട് ആ ദൈവം യേശു എന്താ പോയിന്റ്സ് പ്രാർത്ഥിക്കും, എന്നിട്ട് നമ്മളുടെ പേഴ്സണൽ പ്രേയറിന് പ്രാർത്ഥിക്കുമ്പോൾ യു ക്യാൻ പ്രേ ദ സെയിം തിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കാം. യു ക്യാൻ പ്രേ ഫോർ ദം. Then next one, second point, he prayed for the forgiveness of those who crucified him. That means കർത്താവിനെ ഉപദ്രവിച്ച ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? കർത്താവേ, ദൈവമേ, അവനെ ക്ഷമിക്കണമേ. കർത്താവ് ക്ഷമിച്ചു, ദൈവത്തോടും പറഞ്ഞു അവനെ ക്ഷമിക്കണമേ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ ട്രബിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി pray God forgive. First we have to forgive. ദൈവമേ എന്നെ സഹായിക്കണമേ, ക്ഷമിക്കാൻ സഹായിക്കണമേ, കർത്താവെ അങ്ങും അവനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കേട്ടോ? നെക്സ്റ്റ്, he taught that we are to pray for our enemies also. അത് എന്തൊരു കാര്യം അല്ലേ? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാള് അടിച്ചാ ഷോർലി അത് ചെയ്യുന്ന പറയുന്നത്. ദാറ്റ് മീൻസ് എന്താ? അയാൾ ചെയ്തത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഡോണ്ട് ഡു വാട്ട് ദേ ഡിഡ് ടു യു. നീ അന്ന് അങ്ങനെ ചെയ്തല്ലേ, സന്ദർഭം വരട്ടെ, എന്നിട്ട് സെയിം തിങ് പ്രവർത്തിക്കാനല്ല കർത്താവ് പറയുന്നത്. അതിനേക്കാളുപരി നന്മ ചെയ്യാനാണ്, ക്ഷമിച്ചിട്ട് ആ നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത്. അവരടിച്ചു, നമ്മളും അടിച്ചു, കഴിഞ്ഞു. അങ്ങനെയല്ല. We have to forgive them and do whatever good we can. എന്ത് നന്മ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ സൈഡിൽ ചെയ്യണം. നമ്മളുടെ ഭാഗത്തിന് എപ്പോഴും ക്ലിയർ ചെയ്യണം ദൈവസന്നിധിയിൽ. ഞാൻ ഒരിക്കൽ ഒരു ഇത് വായിച്ചിട്ടുണ്ട്. The first to forgive is the best thing to do. You should be the first one to forgive, the first one to apologize. That is better.
ആ കൃത്യമായ വാക്യം മറന്നുപോയി. ആദ്യം തന്നെ നമ്മൾ ക്ഷമിക്കണം. അല്ല, ഇപ്പൊ രണ്ടുപേരും തല്ലുകൂടി വിചാരിക്കും. ആ ആദ്യം ക്ഷമിക്കുന്ന ആൾക്കാരാണ് ബെറ്റർ. ഓക്കെ. അപ്പൊ നമ്മൾ വിചാരിക്കാം അവനിങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ അവര് ഫസ്റ്റ് വരട്ടെ. ബിക്കോസ് അവരാണ് ചെയ്ത തെറ്റ്. നമ്മൾ വാദിക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യണം, അവരാണ് തെറ്റ് ചെയ്തത്, അപ്പൊ അവര് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ ഞാൻ ക്ഷമിക്കാം. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ക്ഷമിക്കണം. ക്ഷമിക്കാനാണ് ബൈബിൾ പറയുന്നത്. ബിക്കോസ് അവർ ഗോഡ് വാസ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയേ, നമ്മൾ പാപികളായിരുന്നു. റോമർ 5:8 എന്താ പറയണേ? While we were yet sinners, Christ died for us. മലയാളത്തിൽ പറഞ്ഞ പാത്രേ, പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചിരിക്കാൻ ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിച്ചിരുന്നു. ക്രിസ്തുവിൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കും ക്ഷമിക്കാൻ തോന്നും. കാരണം ദൈവം എന്നോട് ക്ഷമിച്ചു, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോവും. നമ്മൾ ഇവിടെ വാട്ട് യു സേ നഷ്ടപ്പെട്ട് ജീവിതം ആകെ പ്രശ്നത്തിലായി നമ്മൾ നശിച്ചുപോയി ഇരിക്കുന്ന അവസ്ഥയില് ദൈവം എന്നെ ക്ഷമിച്ചു. അതുകൊണ്ട് ഞാനും ക്ഷമിക്കും, ഞാനും സ്നേഹിക്കും. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവരും രക്ഷപ്പെടണം, അവരും ദൈവത്തെ അറിയണം, അവർക്കും മനസ്സിലാകണം ക്ഷമ എന്താണെന്ന്, സ്നേഹം എന്താണെന്ന്. ഇനി അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മള് ആദ്യം ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പൊ നമുക്ക് പിന്നീട് ഇപ്പൊ ക്ഷമിക്കാണ്ട് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ആത്മീയമായിട്ട് വെക്കാൻ പറ്റില്ല, അത് അസാധ്യമാണ്. ക്ഷമിക്കാണ്ട് ഏത് മിനിസ്ട്രി ആയാലും ഏത് ആത്മീയ കാര്യങ്ങളും ക്ഷമിക്കാണ്ട് ചെയ്യാൻ പറ്റില്ല. അത് 100% ഉറപ്പായ കാര്യമാണ്. പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല, ദൈവം കേൾക്കില്ല. ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ദൈവം യേശു തന്നെ പറഞ്ഞ എന്താ പറഞ്ഞ, ആ യാഗത്തിന് വരുമ്പോ നിങ്ങളോട് വിഷമമുണ്ടെങ്കിൽ ആ യാഗം അവിടെ വെച്ച് സംസാരിച്ച് തീർക്കണം. അണ്ടർസ്റ്റാൻഡ്? സോ ദൈവം അങ്ങനെയാണ് യേശു നമ്മളെ മാതൃക ആയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഡിസൈപ്പിൾ ആണെങ്കിൽ we have to follow Jesus. ദൈവത്തിന്റെ മാതൃക നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ those are the examples of Jesus prayer. ഇനി പൗലോസിന്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നിങ്ങൾ ഹോംവർക്ക് ചെയ്യും. പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ട്. എങ്ങനെ പൗലോസ് പ്രാർത്ഥിച്ചത് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നെക്സ്റ്റ്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് പ്രയർ. മലയാളത്തിൽ വായിക്കാം. പ്രാർത്ഥനയുടെ പ്രായോഗിക വശങ്ങൾ. വായിച്ചോ. സജീവവും സന്തുലിതവും അല്ലാത്തതും പ്രാർത്ഥനാ ജീവിതത്തിന്റെ അഭാവം എന്ന പ്രശ്നം ധാരാളം ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നു. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു വശത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതോ ആയ പ്രവണത നമുക്കുണ്ട്. താഴെ പറയുന്ന 5 കാര്യം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രീതി വേണം, ഒരു ബാലൻസ് വേണം പ്രാർത്ഥിക്കുമ്പോൾ. നോട്ട് ലൈക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇത് കിട്ടണേ, അവർക്ക് നല്ല ബ്ലെസ്സിങ് കൊടുക്കണേ, ജോലി കിട്ടണേ, കല്യാണം നടക്കണേ, ഇങ്ങനെ അങ്ങനെ. മീൻസ് പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ളൂ, എന്നിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഫസ്റ്റ് കൊടുക്കാം. അങ്ങനെയല്ല, ദാറ്റ്സ് നോട്ട് ദ വേ വി പ്രേ. അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഇപ്പൊ പഠിക്കുന്നത്. ഫസ്റ്റ് എന്താ? ഫസ്റ്റ് കൺഫെഷൻ. മലയാളത്തില് പാപം ഏറ്റുപറയും. നമ്മൾ വിശുദ്ധരാണോ? അല്ലല്ലോ, വിശുദ്ധീകരിക്കപ്പെട്ടുണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വാക്കുകളോ പ്രവൃത്തിയിലോ പാപം ചെയ്ത് പോയിട്ടുണ്ടോ? ചിലപ്പോ മനഃപൂർവ്വം, ചിലപ്പോ അറിയാണ്ടും ചെയ്തിട്ടുണ്ടാവും. അറിയാണ്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് ചെയ്യാണ്ടിരിക്കാൻ. മാക്സിമം ഓൾവേസ് ട്രൈ. അപ്പോഴല്ലേ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? മനഃപൂർവ്വം ഒരിക്കലും ചെയ്യരുത്. ചെയ്തു പോവും മനുഷ്യരായ. സോ
ആ പാപങ്ങളൊക്കെ ഏറ്റു പറയണം. ഫസ്റ്റ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവേ, ആക്ച്വലി നോ, നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ഉണ്ടല്ലോ. പരിശുദ്ധാത്മാ ഉടനെ പറയും, ദേ നീ ഇപ്പൊ പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ നീ ഇപ്പൊ ചിന്തിച്ചത് തെറ്റാണ്, നീ ഇപ്പൊ പറഞ്ഞു പോയത് കറക്റ്റ് അല്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഇന്ന് ദൈവം പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ഹി വിൽ റിമൈൻഡ് us. അപ്പം തന്നെ പക്ഷെ സ്പെഷ്യലായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കർത്താവെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പാപം ക്ഷമ ദൈവത്തോട് ചോദിക്കണം. അത് ഐസായ 58 എന്തിനാ അങ്ങനെ ചോദിക്കണം? ഏഷ്യാവ് 58:9 ഒന്ന് ഓർക്കെ. യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം 8 വായിച്ച്. അപ്പോൾ നീ വിളിക്കുമ്പോൾ നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. 8 ഉപേക്ഷിക്കാൻ തന്നെ ബാക്കിന്റെ അർത്ഥം. അപ്പോൾ നിന്റെ വെളിച്ചം. ഓക്കെ, പിന്നെ നമുക്ക് ഈ വാക്യം അറിയാലോ, 1 യോഹന്നാൻ 9. നീ നിന്റെ പാപങ്ങളെ പറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഞാൻ നമ്മോട് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ഏറ്റു പറയുമ്പോഴാണ് കർത്താവ് ക്ഷമിക്കുക. ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ക്ഷമ കിട്ടില്ല. അതിന്റെ ഏറ്റു പറയാണ്ട് കുറെ ലിസ്റ്റ് കൊടുത്താൽ ഒന്നും സങ്കീർത്തനം 33 വാക്യം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? പാപത്തില് ഏറ്റു പറയണം. നമ്മൾ ചിന്തിക്കണം, ആ ദേവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തി തരും. അപ്പൊ അതിന് ക്ഷമ ചോദിക്കാം. സെക്കൻഡ്, താങ്ക്സ് ഗിവിംഗ്, നന്ദി പറയണം. നന്ദി. നമ്മളുടെ പ്രാർത്ഥന സ്തോത്രയാഗം ആയിരിക്കണം. സ്തോത്രയാഗത്തിൽ അർപ്പിക്കണം. ഫിലിപ്പീൻസ് 4:6 സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടി. ഓക്കെ, ദെൻ 1 തെസ്സലോനിക്കർ 5:18 ഓൾവേസ് ഗിവ് താങ്ക്സ്. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പൊ നോക്കിയേ, ദൈവത്തിന്റെ ഒരു ഹിതം ഏത്? എല്ലാത്തിനും നല്ല കാര്യങ്ങൾ നടക്കുമ്പോ മാത്രല്ല, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഒരു കാര്യം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ദൈവത്തോട് ഓക്കെ ലോർഡ്, താങ്ക് യു ഫോർ യുവർ വിൽ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എപ്പോഴും സ്തോത്രയാഗം അർപ്പിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഇന്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് വേണ്ടിയാണ്. മറ്റൊരാൾക്ക് വേണ്ടി. അപ്പൊ നോക്കിയാ, ആദ്യം മറ്റേ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയാണ് ഈ ബുക്കില് ഫസ്റ്റ്. അപ്പൊ വി നീഡ് ടു പ്രേ ഫോർ ദ സാൽവേഷൻ ഓഫ് അതർ പീപ്പിൾ അറൗണ്ട് us. ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്, രക്ഷിക്കപ്പെടാത്ത ഒത്തിരി പേരുണ്ട് നമ്മളുടെ വീടിന്റെ ചുറ്റും. നമ്മളുടെ വീട്ടിൽ തന്നെ കുറെ പേരുടെ വൈഫ് അല്ലെ ഭാര്യ രക്ഷപ്പെട്ടു, പക്ഷെ ഭർത്താവ് മക്കൾ രക്ഷപ്പെട്ടു. അങ്ങനെ ജോയിസ് ഫാമിലി, കുറേ പേരുടെ ഫാമിലീസിൽ, അങ്ങനെ നമ്മുടെ ഫാമിലീസിൽ, നമ്മുടെ നെയ്ബർഹുഡിൽ, റിലേറ്റീവ്സിൽ കുറേ പേര് രക്ഷിക്കപ്പെടാത്ത കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്നും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? വായിച്ചേ, റോമ 10:1. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോട് യാചന. കണ്ട പൗലോസിന്റെ പ്രാർത്ഥന, പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഈസ് പ്രേയിങ് ഫോർ ദ സാൽവേഷൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് പ്രാർത്ഥിച്ചെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കണ്ടേ? ദെൻ 1 തിമോത്തിയില് തിമോത്തോസിനോട് പറയുന്നുണ്ട് പൗലോസ്, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ധനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കും. സകല മനുഷ്യന് വേണ്ടിയത്. അപ്പൊ നമുക്ക് മോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിക്കണം.
ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥനെ പ്രാർത്ഥിക്കാൻ പറ്റും. വേണ്ടി പ്രാർത്ഥിക്കുക. ആ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ സിനിമാ ലോകത്തില് ഭയങ്കര ഇത് നടക്കാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഈ ഈ ഈ ചെയ്തവരും കുറ്റപ്പെടുത്തുന്നവരും എല്ലാവർക്കും വേണ്ടി തുല്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവം കേൾക്കും. So you can pray for anybody. Can you pray for the sports stars, athletes, yeah, singers, musicians? ദൈവമേ അവരെ തൊടണമേ, then they'll use their talents for the Lord. അവരെ സ്പർശിച്ച് അവരുടെ കഴിവുകൾ ദൈവനാമത്തിന് മാത്രമായിട്ട് മാറേണ്ടതിനായിട്ട് അപ്പൊ പ്രാർത്ഥിക്കണം. ഒത്തിരി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. സത്യത്തില് ആക്ച്വലി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാം. ശരിയത്. ഓക്കെ, ഇന്റർസെഷൻ. അപ്പൊ ഇന്റർസെഷൻ, പ്രേ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ആദ്യം പാപങ്ങൾ ഏറ്റു പറയാ, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുക, മറ്റുള്ളവർ. പിന്നെയാണ് വരുന്ന ഏതാ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പെറ്റിഷൻസ്. We can learn from Jabez's prayer. അത് വായിക്കി. ഒന്ന് ജബേസിന്റെ പ്രാർത്ഥന. What is that? Chronicles ദിനവൃത്താന്തം 4:10. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു. എന്റെ അത് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവനെ ജബേസ് പ്രാർത്ഥിച്ചു, ദൈവം അത് കേൾക്കുകയും ചെയ്തു. അപ്പൊ നമ്മളുടെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനു വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദാറ്റ് ഇസ് റോങ്. വി ഹാവ് ടു പ്രേ. ആക്ച്വലി മുമ്പ് ഞാൻ തുറന്നു പറയാം, മുമ്പ് ഐ നെവർ യൂസ് ടു പ്രേ ഫോർ അവർ ഫാമിലി. മീൻസ് പല വിഷയങ്ങൾ ദൈവം നമ്മളെ നോക്കിക്കോളും. സോ നോ നീഡ് ഓഫ് പ്രേയിങ്. നോ നീഡ് ഓഫ് മീൻസ് അങ്ങനെ ഒരു ഐ ഡോണ്ട് നോ ഫ്രം വേർ ഐ ഗോട്ട് ദാറ്റ് തോട്ട്. അത്രയും ഞാൻ ഐ നെവർ യൂസ് ടു പ്രേ ഫോർ മൈ ഫാമിലി. പക്ഷേ ഐ റിയലൈസ് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. തെറ്റാണ്. നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ പിള്ളേർക്ക് നമുക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ബൈബിളിൽ ഒരു വാക്യം ഉണ്ടല്ലോ, ഹി ഹു തിങ്സ് ദാറ്റ് ഈസ് സ്റ്റാൻഡിങ് let him be careful that he doesn't fall. അങ്ങനെ മലയാളത്തിൽ ഏതാ നിൽക്കുന്നവൻ അപ്പൊ അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ നമുക്ക്. We have to pray. സോ നമ്മളുടെ പിള്ളേരുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭർത്താവ്, ഭാര്യ, കുടുംബം, എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതാണ് ഈ 5 കാര്യങ്ങൾ. പാപം ഏറ്റു പറയാം, സ്തോത്രം, മധ്യസ്ഥ പ്രാർത്ഥന, യാചന, അഞ്ചാമത്തേത് സ്തോത്രമാണ്. സ്തോത്രം. We need to praise God for who He is. എന്താ സ്തോത്രം? സ്തോത്രം മീൻസ് വാട്ട്? സ്തുതികൾ. എന്ത്? ദൈവമേ എനിക്ക് ഇത് ചെയ്തു, അങ്ങേക്ക് മഹത്വം. അത് നന്ദിയാണ്. You did this for me or you did that, is giving thanks to God. Praising God means praising for who He is. അങ്ങ് സർവശക്തനാണ്, അങ്ങ് സർവവ്യാപിയാണ്, അങ്ങ് ഗ്രേഷ്യസ് ആണ്, അങ്ങ് ജെന്റിൽ ആണ്, അങ്ങ് കൈൻഡ് ആണ്, യു ആർ ഗുഡ്, യു ആർ ഗ്രേഷ്യസ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്. Praise Him for who He is and for His mighty deeds. ഓക്കെ. അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ആ ഒരു രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ ഇവിടെ പറയുന്നിരിക്കുകയാണ്, നമ്മള് 5 വിരലില്ലേ, ഈ 5 വിരല് ഇപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിനെ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? വിത്ത് 1 ഫിംഗർ. ഇപ്പൊ ഈ വെള്ളം കുടിക്കണം, എനിക്ക് ഈ വെള്ളം കുടിക്കണം, ഈ ഒരു വിരല് കൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. 2 വിരലോ? ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ 5 വിരല് കൊണ്ട് എടുത്താലോ? ഇപ്പൊ ഇത് ഐ ടെൽ യു വൺ തിങ്, ദിസ് ഇസ് വെരി ലൈറ്റ്. ലൈറ്റിന് വെയിറ്റ് ഇല്ല, വെയിറ്റ് ഇല്ല. ഒരു ഇത് ഇപ്പൊ ഇത് 2 വിരലുണ്ട്, ഞാൻ ഇത് എടുക്കാൻ പറ്റും.
ഇതെടുക്കാൻ പറ്റും ഇല്ല. പക്ഷെ when I use all the 5 fingers നല്ല ബല. Praise the Lord. അതുപോലെ ഈ 5 കാര്യങ്ങള് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ നല്ല ഒരു ഈ ബലം കിട്ടണ ഒരു അനുഭവം ഉണ്ടാവും. Amen. So strong it is when the 5 fingers are used together. In the same way our prayer life becomes strong when we employ all these 5 aspects of prayer. ഓക്കെ, അപ്പൊ ഒന്ന് ബുക്കിൽ നോക്കാണ്ട് ഒന്ന് പറയാൻ പറ്റുമോ ആ ഒരു പ്രാർത്ഥിക്കുന്ന രീതി? എന്താ ഫസ്റ്റ്? ഏറ്റുപറയും. സെക്കൻഡ് സ്തോത്രം, താങ്ക്സ് ഗിവിംഗ്. സെക്കൻഡ്, then next, third, pray for others. Then you pray for yourself. Then praise God for who He is. ആ രീതിയാണ് ഈ ബുക്കിൽ എഴുതേക്കുന്നത്. ബട്ട് ഐ വോണ്ട് ടു ടെൽ യു വൺ മോർ വേ. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നു, അത് എഴുതിപ്പോ. അതിൻ്റെ ഒരു വേർഡാണ് ആക്ട്സ്. ACTS. ഞാൻ പറയാൻ പോവാണ്. അപ്പൊ ഓരോ ലെറ്ററിന് ഓരോ ഇതുണ്ട്. ഫസ്റ്റ് വൺ ഇസ് A for adoration. ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക ആദ്യം. സ്തുതി. Praise, adoration, adore God. That means ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തില്ലേ, അത് ഫസ്റ്റ് വരും. Understand? C, next, confession. ഏറ്റുപറച്ചിൽ. Confession. C. T, താങ്ക്സ് ഗിവിംഗ്. നന്ദി പറയുന്നു. ടി. അപ്പൊ അതിന്റെ ഒരു ഷഫിലായി ഇതില്. സി, ടി, താങ്ക്. ആൻഡ് എസ് is for supplication. അതായത് പ്രാർത്ഥന സമർപ്പിക്കുന്നു. പ്രാർത്ഥന. അപ്പൊ നമുക്ക് അവിടെ ഒരു കാര്യം ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി. Okay. So you can follow that or this, whatever it is, pray. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി ചെയ്യാം. എന്തായാലും പ്രാർത്ഥിക്കണം. Praise the Lord. ഓക്കെ, ഇനി ജസ്റ്റ് ടേൺ ദ പേജ്. അപ്പൊ ഈ പിക്ചറിൽ എഴുതിക്കണം ജസ്റ്റ് ആ ഒരു വിരലില് ഒരുമിച്ച് എല്ലാം ചെയ്യുന്നു. ആരെങ്കിലും വല്ലതും ചെയ്തോ? ആരും ചെയ്തില്ല. അടിച്ചതാ ഒരു മിനിറ്റ്. ഒരാള് ചെയ്തിട്ടുണ്ട്. രണ്ട് ഇതിലെഴുതിയിട്ടില്ല, പക്ഷേ ഇതിലെഴുതണം, ഇങ്ങനെ എഴുതണം. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭജനൻ എഴുതിയിട്ട് വായിച്ചുള്ളത് എഴുതണം കേട്ടാ, ഇങ്ങനെ എഴുതണം. ആദ്യം എന്താ? കേൾക്കുക.